ഓക്കെ, നമുക്ക് പവർ ആക്ഷൻ 2ലേക്ക് പോവാം. പവർ ആക്ഷൻ 2 ഇറ്റ്സ് നത്തിങ് ബട്ട് ഇൻവൈറ്റ്. അവരെ ഇൻവൈറ്റ് ചെയ്യണം. എങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണം? പലപ്പോഴും നമ്മൾ പല ആളുകളും ചെയ്യുന്നത്, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വെസ്റ്റീജ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ആളുകളെ വേണം. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം, നിങ്ങൾ അവിടെ കുറച്ച് ആളുകളെ അറേഞ്ച് ചെയ്യൂ. ഇതാണ് പല ആളുകളും ചെയ്യുന്ന ഇൻവിറ്റേഷൻ. അത് ശരിയാണോ? ഇൻവിറ്റേഷൻ 2 രീതിയിൽ ചെയ്യാമെന്നാണ് നമ്മുടെ റോഡ് മാപ്പ് ടു സക്സസ് ബുക്ക് പറയുന്നത്. ഒന്ന് ശരിയായിട്ടുള്ള രീതി, 2 തെറ്റായിട്ടുള്ള രീതി. അപ്പോൾ ശരിയല്ലാത്ത രീതികളെല്ലാം തന്നെ തെറ്റ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇൻവിറ്റേഷനിൽ കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. അത് നമ്മൾ റോഡ് മാപ്പ് ടു സക്സസ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യുന്ന സമയത്ത് അതിന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടാണ്, ഒരു കലയാണ്. ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന പേരിൽ പല ആളുകളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോണിലൂടെയുള്ള പ്രസൻറ്റേഷൻ, ഫോണിലൂടെയുള്ള അവതരണം. എപ്പോഴും മനസ്സിലാക്കുക, ഇൻവിറ്റേഷൻ ഈസ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ പ്രസൻറ്റേഷൻ. എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ ഷുഡ് നോട്ട് ബി യുവർ പ്രസൻറ്റേഷൻ. എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വിളിക്കൽ മാത്രമാണ്, അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്യലാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്, അല്ലാതെ പ്ലാൻ പറയലല്ല. വീണ്ടും പറയുന്നു, ഇൻവിറ്റേഷൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്യൽ മാത്രമാണ്, അതല്ലാതെ അവരുടെ അടുത്ത് പ്ലാൻ പറയലല്ല. നിങ്ങളവിടെ എന്തൊക്കെ പറയാൻ പാടില്ല എന്നുള്ള കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ കൊടുക്കുന്ന ചില ഇൻഫർമേഷൻസ് അവർ ചിലപ്പോൾ ചില തെറ്റായിട്ടുള്ള നിഗമനത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയുകയാണ്, ഞാൻ വെസ്റ്റീജ് എന്ന് പറയുന്ന കമ്പനിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുക തന്നെയില്ല അല്ലേ? അപ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കും, വെസ്റ്റീജ് ആണോ അതോ വേറെ എന്തെങ്കിലും സ്റ്റീജ് ആണോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ വീണ്ടും പറയുന്നുണ്ടായിരിക്കും, ഞാനൊരു വെൽനസ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് വരാൻ പോകുന്നത് മിക്കവാറും യോഗ സെൻറ്ററും അല്ലെങ്കിൽ ന്യൂട്രീഷണൽ സെൻറ്റർ, അത്തരത്തിലുള്ള ഒരു മൈൻഡിലാണ് അവർ പല ആളുകളും എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട്, നമുക്കിവിടെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചിന്തിക്കും? നമ്മൾ അവരുടെ അടുത്ത് പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് അവർ ചിന്തിച്ചേക്കാം. അപ്പോൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുമെന്നുള്ളൊരു തീരുമാനം എടുത്താൽ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. നമ്മുടെ റോഡ് മാപ്പ് ടു സക്സസ് ബുക്ക് പറയുന്ന പ്രകാരം 2 മിനിറ്റിൽ കൂടുതൽ ഒരു കാരണവശാലും നമ്മൾ ഇൻവിറ്റേഷൻ ചെയ്യരുത്. 2ാമത്തെ മിനിറ്റിൽ കൂടുതൽ നമ്മൾ എന്ത് സംസാരിച്ചാലും ഉറപ്പിക്കാം കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. അപ്പോൾ മാക്സിമം 2 മിനിറ്റ് ഡെഡ് ലൈൻ വെച്ചിട്ട് നമ്മളൊരു കോള് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ വളരെ ബിസി ആണെങ്കിൽ എങ്ങനെയാണോ ഒരാളെ വിളിക്കുക ആ രീതിയിൽ നിങ്ങൾ ഇൻവിറ്റേഷൻ ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മൾ അർജൻറ്റായിട്ട് ഒരാളുടെ അടുത്തൊരു കാര്യം പറയണം, നമുക്കൊന്ന് അർജൻറ്റായിട്ട് കാണണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, നാളെ ഇന്ന സമയം, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്, നിങ്ങളും തിരക്കിലാവുമല്ലോ. ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബിസി പ്രൊഫഷണൽ എങ്ങനെയാണോ വിളിക്കുന്നുണ്ടാവുക ആ രീതിയിൽ നമ്മൾ വിളിക്കാം. നമ്മൾ എന്തു പറയുന്നു എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെ പറയുന്നു. വാട്ട് ഈസ് യുവർ എക്സൈറ്റ്മെൻറ്റ്, നിങ്ങളുടെ ആവേശം എന്താണ്, നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണ്. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പറയുന്ന വാക്കുകളല്ല അവർ കേൾക്കുന്നത്, മറിച്ച് നമ്മളുടെ ടോണും നമ്മുടെ ആവേശവും നമ്മളുടെ നമ്മളുടെ ആ ഒരു നോൺ വെർബലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഫിസിക്കലി കാണുന്ന സമയത്ത് നോൺ വെർബലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഫോണിൽ പോലും അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, നമ്മളുടെ വാക്കുകൾ വെറും 7% മാത്രമാണ് ഒരു വ്യക്തി കേൾക്കുന്നുള്ളൂ. ബാക്കി 7 കഴിഞ്ഞ് ബാക്കിയെല്ലാം 93% മറ്റ് ഇത്തരത്തിലുള്ള നോൺ വെർബലായിട്ടുള്ള കാര്യങ്ങളിലാണ് അവർ പല നിഗമനങ്ങളും എത്തുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്തു പറയുന്നു എന്നുള്ളതിൽ ഒരു പ്രസക്തിയില്ല, എങ്ങനെ പറയുന്നു, വാട്ട് ഈസ് യുവർ എക്സൈറ്റ്മെൻറ്റ്, നിങ്ങളുടെ ആ ഒരു പവർ. അതുകൊണ്ടാണ് പവർ ഇൻവിറ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവിറ്റേഷൻ ഷുഡ് നോട്ട് ബി പ്രസൻറ്റേഷൻ. ഇൻവിറ്റേഷൻ കൂടുതൽ സമയം നീണ്ടു നിൽക്കരുത്. ഇൻവിറ്റേഷനിൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ റോഡ് മാപ്പ് ടു സക്സസ് ബുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വായിക്കുക, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പറയാം. ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്, ഞാൻ ഇന്ന് വളരെ എക്സൈറ്റഡ് ആണ്, ബിക്കോസ് ഐ ഹാവ് സ്റ്റാർട്ടഡ് എ ന്യൂ പ്രോജക്റ്റ് വിത്ത് നമ്മൾ വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പരിപാടി എന്നൊന്നും പറയരുത്, ഒരു പ്രോജക്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ അംബീഷ്യസ് ആയിട്ടുള്ള, നിങ്ങൾ ഓൾറെഡി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പറയാനുള്ള അവകാശമുണ്ട്, ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ള അവകാശമുള്ളൂ. വളരെ അംബീഷ്യസ് ആയിട്ടുള്ള, ലൈഫിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അത്യാവശ്യം മൂല്യങ്ങൾ ഹോൾഡ് ചെയ്യുന്ന, ഹംഗ്രി ആൻഡ് ക്രെഡിബിൾ, ആ ഒരു വാക്ക് നിങ്ങൾ എപ്പോഴും മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവരിക. ഓക്കെ, അത് പറയണമെന്നല്ല, സോ വളരെ മൂല്യങ്ങളുള്ള, വളരെ അംബീഷ്യസ് ആയിട്ടുള്ള, ലൈഫിൽ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് വിന്നിംഗ് ടീം. സോ ഈ പ്രോജക്റ്റിലേക്ക്
നിങ്ങളെപ്പോലുള്ള വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന വരുമാനം ഇന്ന് വളരെ നല്ല രീതിയിൽ നിങ്ങളിന്ന് ഏൺ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. കുറച്ചും കൂടെ നമുക്ക് എക്സ്ട്രാ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പല വ്യക്തികൾക്കനുസരിച്ച് നമ്മൾ പല രീതിയിൽ നമ്മൾ സംസാരിക്കേണ്ടി വരും. ഇതെല്ലാം തന്നെ സ്ക്രിപ്റ്റുകൾ നമ്മുടെ ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ബെഗ് ചെയ്യരുത്. നമുക്ക് പറയാം, നാളെ ഞാൻ തിരക്കിലാണ്, ബുധനാഴ്ച ഞാൻ നിങ്ങളുടെ അവിടേക്ക് വരുന്നുണ്ട്, രാവിലെ 10 മണിക്കും വൈകിട്ട് 3 മണിക്കും ഞാൻ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം ഏതായിരിക്കും, നമുക്ക് 4 മണിയാക്കിയാലോ എന്നുള്ള രീതിയിൽ നമ്മൾ 2 ടൈം പറഞ്ഞ് നമ്മൾ തന്നെ ഒരു ഓപ്ഷൻ അങ്ങോട്ട് പറയാം. അല്ലാതെ നിങ്ങൾ ഏത് സമയമാണോ പറയുന്നത് ഞാൻ അവിടെ വന്നിരിക്കും, ഷാർപ്പ് ടൈം ആയിരിക്കും, അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ പറയണമെങ്കിൽ പിന്നെ നമ്മൾ അവർ പറയുന്നത് കേൾക്കാൻ നമ്മൾ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആവും. നമ്മളിതൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനാണ് പോകുന്നത്, അല്ലാതെ അവർ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ സമന്വയത്തിന് വേണ്ടിയിട്ടല്ല പോകുന്നത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും നമുക്ക് ഉണ്ടാവുക. സോ ഇൻവിറ്റേഷൻ എന്നൊരു ആർട്ടാണ്. ഇത് ചെയ്ത് ചെയ്ത് നമുക്ക് എക്സ്പെർട്ടൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു ഇൻവിറ്റേഷൻ്റെ ഏറ്റവും എക്സ്പേർട്ടായിട്ട് മാറാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ നിരന്തരമായിട്ട് ഒരുപക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യാം. മേ ബി നിങ്ങൾക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ ലിസ്റ്റിലുള്ള വ്യക്തികളെ നിങ്ങൾ ഫോൺ എടുത്ത് സംസാരിക്കുന്നത് നിങ്ങൾ ഒരു റോൾ പ്ലേ ആയിട്ട് ചെയ്യാം. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈവൻ നമ്മുടെ ലാലേട്ടനെ വരെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ് മോഹൻലാൽ അല്ലേ, ഞാൻ ശ്രീദാസ് കടലൂർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ടാണ്, നമ്മുടെ നാട്ടിൽ വളരെ വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ലാലേട്ടന് ഇത് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് ഗ്യാരണ്ടി ഇല്ല. ബട്ട് ലാലേട്ട, ഇത് നമ്മുടെ നാടിന് ഭയങ്കര അത്യാവശ്യമായതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിന് മുൻപന്തിയിൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയില്ലേ, ഒരു റോൾ പ്ലേ പോലെ നമ്മൾ സ്വന്തമായിട്ട് നമ്മളിത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളത്. ഒരുപക്ഷെ എനിക്ക് ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചില കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, ഒരു പരിചയമില്ലാത്ത വ്യക്തിയെ ഫോണിലൂടെ കോൺടാക്ട് ചെയ്യുക, അവരായിട്ട് കണക്ട് ചെയ്യുക, അവരുടെ അടുത്ത് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കി വലിയൊരു ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവരുമായിട്ടുള്ള ഫസ്റ്റ് കോൺവെർസേഷൻ. അത് ചെയ്ത് നമ്മൾ ഒരു രസം കണ്ടെത്തുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ 6 സ്റ്റെപ്പുകളിൽ ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഗേറ്റ് വേ ആണ്. എന്ന് പറഞ്ഞാൽ ഈ 6 സ്റ്റെപ്പുകളിൽ നമ്മൾ ഒരു വ്യക്തിയിലേക്ക് ആദ്യമായിട്ട് കടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കടന്നു ചെല്ലുന്നത്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കടന്നു ചെല്ലുന്നത് ആ ഫസ്റ്റ് കോളിലൂടെയാണ്. ഓക്കെ, സോ ഇൻവിറ്റേഷൻ നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റോഡ് മാപ്പ് ടു സക്സസിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും.